എന്താ പറ്റിയേ? എപ്പോ? ഹലോ ഹലോ നിമിഷാദ് എന്താടാ പറ. ഒന്ന് അർജന്റായിട്ട് നാട്ടിൽ പോണ ഇജാസ്. എന്തേ പെട്ടെന്ന് നാട്ടിൽ പോനെ? നാട്ടിൽ നിന്ന് വിളിച്ചിനടാ. അൻസബിനെ ഞാൻ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാം. വേഗം വിളിക്കണേ. ഹലോ എടാ നീ എന്താ നിമിഷം വെച്ച് ഫോൺ എടുക്കാത്തേ? എടാ ഓൻ്റെ കാറിനോട് വിളിച്ചിട്ട് നാട്ടിലത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞേനെ. എടാ ഓനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം. അർജന്റീന ഒരു ടിക്കറ്റ് എടുക്കണോ? നമുക്ക് നാട്ടിൽ പോകാൻ കഴിയില്ലടാ. ഓൻ്റെ ട്രാവൽ ബാനാ. ഓൻ്റെ ക്രെഡിറ്റ് കാർഡ് മൊത്തം ബ്ലോക്കിലുള്ള. ഇതെങ്ങനെ അവനോട് പറയേണ്ടതെന്ന് അറിഞ്ഞിട്ട് ആ ഫോൺ എടുക്കാത്തത്. എന്നാ ഇനിയിപ്പം വിളിക്കാം. ഹലോ റിംഷേ. ഇജാസ് നീ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കാത്തടാ. എടാ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടിക്കുന്നടാ. എടാ നിന്റെ ക്രെഡിറ്റ് കാർഡ് അറിയാമുള്ളേ? ക്രെഡിറ്റ് കാർഡ് നമ്മളെ അജുവിൻ്റെ കയ്യിലടാ. ഇപ്പോൾ 1 മാസമായില്ലേ ഞാൻ എനിക്ക് കൊടുത്തിട്ട്. നമ്മൾ അജുൻ ടീമിലാ. എന്ത് പറ്റിയടാ? ഇല്ലാടാ ഒന്നുമില്ല. അതിനിപ്പം അങ്ങോട്ടേക്ക് വിളിക്കാം. ഹലോ 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 അജുനെ വിളിച്ചോക്കാം. Calling is either switched off or not reachable at the moment. സ്റ്റോറി കേട്ടോ, കിടലം സ്റ്റോറി. എനിക്ക് ഇതിലൊന്നും പറയാൻ എന്ന് വെച്ചാൽ ആ 3 പേരും തകർത്ത് അഭിനയിച്ചു. എന്താണെന്നറിയാല്ല, ആ 3 പേര് അടിപൊളി അഭിനയം കേട്ടോ. ശരിയായ അഭിനയം അടിപൊളിയാക്കി കേട്ടോ. ഇവരെ അഭിനയിച്ച പേരെന്ന് വെച്ചാൽ റിംഷാദ്, ബാക്കി 2 പേരെന്താ വെച്ചാൽ അൻസബ്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു, സെറ്റായി. നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ.